നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ടിയം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഈ വീഡിയോ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ മന്ത്ലി വ്യൂ, അതിനുശേഷം വീക്കിലി വ്യൂ, അതിനുശേഷം ഡെയിലി വ്യൂവിൽ പോയി നല്ല റെസിസ്റ്റൻസ് ലെവൽ, നല്ല സപ്പോർട്ട് ലെവൽസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ് നിഫ്റ്റിയുടെ. ആദ്യം തന്നെ ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ നമ്മുടെ ഒക്ടോബർ മാസത്തെ നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ ഇതുവരെ അത് ക്ലോസിങ് തന്നിട്ടില്ല. അപ്പം ഒക്ടോബർ മാസത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ചെറിയൊരു പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ആദ്യത്തെ 2 വീക്കിൽ. അതിനുശേഷം ചെറിയൊരു ബീറിഷ് മൂഡിലേക്ക് മാർക്കറ്റ് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു. ചെറിയ രീതിയിൽ ഒരു ബീറിഷ്നെസ് കാണിക്കുന്ന ഒരു ക്യാൻഡിലാണ് ഇപ്പം നിലവിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോർമേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ച് ദിവസം കൂടെ ട്രേഡിംഗ് ഡേ ഒക്ടോബറിൽ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ബീറിഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മന്ത്ലി വ്യൂവിൽ. അപ്പോൾ നമുക്ക് വീക്കിലിയിട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്കിലായിട്ട് വരുമ്പോൾ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിലാണിത്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ബീറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടം വരെ ഓക്കെ ആയിരുന്നു. നമുക്ക് താഴോട്ട് വന്നു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ആ ഒരു വീക്കിലി ക്യാൻഡിലെ ഹൈ കട്ട് ചെയ്ത് മുകളിൽ ഇതിന് മുമ്പ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ ഇനി മുകളിലേക്കായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. മുകളിലേക്കാണ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് അതിന് മുകളിലേക്ക് ക്രോസിങ്ങിന് പകരം നേരെ അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മാർക്കറ്റിൽ ഒരു ബീറിഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വീക്കുകളായിട്ട് ഏകദേശം ഒരു മാസമായിട്ട് ഈ ഒരു റേഞ്ചിനുള്ളിൽ ആണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിന് ഏത് റീജിയനിലേക്കാണോ മുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. താഴോട്ടാണ് കിടക്കുന്നതെങ്കിൽ താഴോട്ടുള്ള മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡെയിലിയിലേക്ക് പോയിട്ട് ആ ലെവൽസൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ് പ്രോ സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. ആ ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ പോയി നിങ്ങൾക്ക് ഇപ്പം 40% ഓഫറിൽ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് ടൈമിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗിക്കുക. നല്ലൊരു കോഴ്സ്, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാക്കേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതും വളരെ ചെറിയൊരു ഫീസിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ തിയറിറ്റിക്കലായിട്ടും പഠിക്കാൻ സാധിക്കും, പ്രാക്ടിക്കലായിട്ടും പഠിക്കാൻ സാധിക്കും, ലൈവായിട്ടുള്ള എൻട്രീസും കാണാൻ, ഡൗട്ടും ചോദിക്കാം. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്ത റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. 19,500 എന്ന റേഞ്ചും 19,800, 850 എന്ന റീജിയനാണ്. അപ്പോൾ ഈ ഒരു സോണിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് കുറേ ദിവസങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇനി ഇത് താഴോട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നതെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 19, ഈ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റീജിയനാണ്. 19,250 എന്ന റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റീജിയനിലേക്ക് വരാൻ സാധ്യതകളുണ്ട്. അതല്ല, ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 19,800, 850 എന്ന റീജിയനാണ്. അത് ബ്രേക്ക് ഔട്ട് തന്ന് മുകളിൽ ക്ലോസിങ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുകളിലേക്കുള്ള റീജിയൻ എക്സ്പെക്റ്റ് ചെയ്യാം. അത് 20,000 എന്ന റീജിയനാണ്. അപ്പം ഈ ഒരു ലെവൽസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്, നിഫ്റ്റിയുടെ ചാർട്ടിൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഔട്ട് തന്നു, താഴെ വന്നു. അപ്പോൾ ഒരുപക്ഷേ ഇവിടെ സപ്പോർട്ട് എടുത്തേക്കാം. അതല്ല, സപ്പോർട്ട് എടുക്കുന്നില്ല, നമുക്ക് താഴെ ഡെയിലിയിൽ ക്ലിയർ ആയിട്ടുള്ള ക്ലോസിങ്ങുകൾ തരികയാണെങ്കിൽ വീണ്ടും താഴോട്ട് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. മാർക്കറ്റ് കുറച്ച് ഒരു ബീറിഷ് സെൻറ്റിമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഈ ഒരു സോണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൺ. അപ്പോൾ ഈ ഒരു സോണിന് ഇനി മുകളിലേക്കാണോ സർവൈവ് ചെയ്യുന്നത്, അത് താഴോട്ടാണ് സർവൈവ് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരിൽ കൊണ്ട് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.